നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. ആ കഥ ഇപ്രകാരമാണ്. അക്ബർ മഹാരാജാവ് ഒരിക്കൽ വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് ഇപ്രകാരമാണ്: യാത്രാമധ്യേ ആരും കൊട്ടാരത്തിന് മുന്നിലെ മരച്ചുവട്ടിലിരുന്ന് ക്ഷീണം തീർക്കരുത് എന്നതായിരുന്നു ആ ഉത്തരവ്. നടന്നു തളർന്ന ചില പാപം ഭിക്ഷുക്കൾ അങ്ങനെ ചെയ്തതാണ് അദ്ദേഹത്തെ ശുഭിതനാക്കിയത്. രാജാവിൻ്റെ ഈ ഉത്തരവ് കടുത്ത അനീതിയാണെന്ന് മനസ്സിലാക്കിയ ബീർബൽ ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് ആ മരച്ചുവട്ടിൽ പോയിരുന്നു. ഭടന്മാർ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം എഴുന്നേറ്റ് പോവാൻ കൂട്ടാക്കിയില്ല. ആ സമയം അക്ബർ മഹാരാജാവ് അതിലെ വന്നു. തൻ്റെ ആജ്ഞ ലംഘിച്ച മരച്ചുവട്ടിലിരിക്കുന്ന സന്യാസിയോട് അദ്ദേഹം കയർത്തു. ഇത് സത്രമല്ലെന്നും തൻ്റെ കൊട്ടാരമല്ലെന്നും രാജാവ് പറഞ്ഞു. സന്യാസി വേഷത്തിലിരിക്കുന്ന ബീർബൽ ശാന്തമായി പറഞ്ഞു: മഹാരാജാവേ, ഈ കൊട്ടാരം സത്യത്തിൽ അങ്ങയുടെ സ്വന്തമാണോ? കുറേ കാലം അങ്ങയുടെ പിതാമഹനും അദ്ദേഹം മരിച്ചപ്പോൾ പിതാവും പിതാവിൻ്റെ കാലശേഷം അങ്ങും കൊട്ടാരത്തിൻ്റെ അധിപനായി. കാലക്രമത്തിൽ ഈ കൊട്ടാരം അങ്ങയുടെ പിൻഗാമിയുടേതാവും. എൻ്റേത് എന്ന ചിന്ത അതുപോലെ അല്പായുസ്സാണ്. ഈ മരത്തണൽ പോലെ അങ്ങയുടെ കൊട്ടാരവും ഒരർത്ഥത്തിൽ വഴിയമ്പലമല്ലേ? ഈ വാക്കുകൾ കേട്ടപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന സന്യാസി ബീർബലല്ലാതെ മറ്റാരുമല്ലെന്ന് രാജാവിന് മനസ്സിലായി. അപ്പോൾ തന്നെ അക്ബർ രാജാവ് തൻ്റെ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. ഇത് ബീർബലുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.